എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കനും ചീസും ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ചിക്കൻ ചീസ് ബോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്കിത് വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. എന്നാൽ കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഒരു 4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പച്ചമുളകാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു സവാള മുഴുവനായിട്ടും എടുക്കേണ്ട ആവശ്യമില്ല, അതിന് പകുതി മതിയാകും. ഇനി ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. സവാളയൊക്കെ ഒന്നങ്ങ് വാടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് കുറച്ച് ചിക്കൻ കൂടി. ഏകദേശം ഒരു 100 ഗ്രാം ചിക്കൻ ഉണ്ട്. ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് ഒരു 2 വിസിൽ വരുന്നിടം വരെ കുക്കറിനകത്തൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ ചൂട് പോയതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് കൂടി പോകാതെ നോക്കണം. ചിക്കൻ വേവിച്ചെടുത്ത സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടല്ലേ വേവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണേ. നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ 2 ബ്രെഡ് ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിനി നന്നായിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചൂടാക്കിയിട്ടുള്ള പാലൊന്നുമല്ല, തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മൾ പാല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അതുകൊണ്ടാണ് പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഉരുട്ടിയൊക്കെ എടുക്കുന്ന ആ ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു രീതിക്കൊന്ന് ആയി കിട്ടണേ. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ഈ ഒരു കൂട്ട് റെഡിയാക്കി എടുക്കാനായിട്ട്. ഞാൻ പിന്നീട് പാലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിലേക്ക് ചേർത്തിട്ടില്ല. ആ 1/4 കപ്പ് പാലിലാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിന് വേറൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഒരു പുറമേ ഉള്ള ഒരു കോട്ടിങ്ങിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടകളില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാവേ. ഒട്ടും ലൂസും അല്ല എന്നാൽ ഒരുപാടങ്ങ് തിക്കും ആകല്. ആ ഒരു രീതിക്ക് വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിന് വേണം മിക്സ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം. ചീസ് മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചീസ് ഈ കയ്യിലില്ലെങ്കിൽ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചേർത്തില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ചീസ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക് ആ ചീസിൻ്റെ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സിൽ നിന്നും കുറേശ്ശെ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാമേ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മൈദയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി വേണേ. ഞാനൊരു 2-3 ബ്രെഡ് ഒന്ന് മിക്സി ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതിലൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ബ്രെഡ് ക്രംസിലൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ഷേപ്പായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുക. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം നമ്മളിത് ഓരോന്നും ഇട്ട് കൊടുക്കാനായിട്ട്. ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവേ.
കാരണം നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇത് കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കാരണം പെട്ടെന്ന് അത് കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായി. ഒരു സൈഡ് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എപ്പോഴും ഈ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കാൻ ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടോടി ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടുകയും ചെയ്യുവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിത് വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ ചിക്കനും വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത മക്കളൊക്കെ കാണില്ലേ, അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുകയും ചെയ്യും. ആ ചീസിൻ്റെ ആ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. കൂടെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടോടി ചെയ്തേക്കണേ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്